ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസം ഒരു അവധി ദിവസമാണ്. എങ്കിലും എന്താണ്, കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അവധി ദിവസമാണെങ്കിൽ കൂടി ഇന്ന് എനിക്ക് തീരെ സമയമില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് അരി ചോറിന് വേണ്ടിയിട്ട് അരി കഴുകാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. കാരണം മോൻ്റെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ, അപ്പോൾ അവർക്ക് 10 കിലോ അരി സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ചോറ് ആരും അത്ര കഴിക്കാത്തതുകൊണ്ട് ഈ അരിയിലെല്ലാം വെറുതെ കേടാവുകയല്ലേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പുട്ടിന് പൊടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് രാവിലെ 5:15 എണീറ്റ് ഈ അരീൻ്റെ ഇതിലാണ് ചെയ്യുന്നത്. വെച്ചാൽ അരി കഴുകുകയാണ് കേട്ടോ, പുട്ടിന് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നാമത് കുറച്ച് കഴിയുമ്പോൾ ചൂട് കൂടി എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ രാവിലെ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അരി കഴുകി ഉണക്കാനിടുകയാണ്. അപ്പോൾ മോനേട്ടനെ നേരത്തെ എന്ത് ചെയ്യാം, പൊടിപ്പിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യാലോ, വെയിലത്ത് കൊണ്ടുപോകണ്ടെന്നുള്ള രീതിയിലാണ് അരി കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെറ്റ് അരി കഴുകാണ്. വെച്ചാൽ കല്ലോ നെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ഒരു ചെറിയ പ്രാണിയില്ലേ, ഞങ്ങൾ കുറുഞ്ചാത്തൻ കുത്തൻ എന്നൊക്കെ പറയും, ഞങ്ങൾക്ക് ഒരു കറുത്ത പ്രാണി അതുണ്ട് കേട്ടോ. അത് ചേറുകയും വെയിലത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ പോയിട്ടുണ്ട്, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ അരിയിലൊരു വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചോറ് കുറച്ച് വേഗം എന്താ പറയുക, വേഗം അടുപ്പത്തിടുമ്പോഴേക്ക് വേവുന്ന അരിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അരി ആർക്കും അത്ര ഇഷ്ടമല്ല ഇവിടെ. അതുകൊണ്ടാണ് കേട്ടോ പുട്ടിന് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം നിർബന്ധമായിട്ട് കുട്ടികൾ വാങ്ങും വേണമല്ലോ ഈ അരി, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യത്തെ സെറ്റൊക്കെ അരിയൊക്കെ കഴുകി, ആദ്യത്തെ സെറ്റാണ് ഇപ്പോൾ കഴുകി കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. കഴുകി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, അത് ചൂടുവെള്ളം ഉപയോഗിച്ച് ഒന്നും കൂടെ കഴുകിട്ടോ. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് മെനക്കെട്ടാലും ഭാവിയിലേക്ക് ഒരു സുഖമാണ് ഇത്. കാരണം ഭാവിയിലേക്ക് മീൻസ് കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാലൊക്കെ കുറച്ച് പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണല്ലോ വീട്ടിൽ. അതേപോലെ വല്ല പണിക്കാരൊക്കെ ഉണ്ടാവും, പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പുട്ടുണ്ടാക്കാനും ഒക്കെ സുഖമാണല്ലോ ഇത് പൊടിച്ച് വെച്ചാൽ. ഇപ്പം കുറച്ച് ഈ കഴുകലും ഊറ്റി വെക്കലും അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നത്തേക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അതുവേണ്ടി ആദ്യത്തെ ട്രിപ്പിൽ എന്ത് ചെയ്യാണ്, ഞാൻ അത് വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇതില്ലേ ഓട്ടോ എന്താ ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ള അതിനെന്താ പേര്, ആ ഒരു ചീനച്ചട്ടി പോലെ അതിലേക്ക് എടുത്തിടുകയാണ് കേട്ടോ. അത് മോനേട്ടൻ അപ്പോഴേക്ക് എണീറ്റ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അറിയാം, വെള്ളം ഒന്ന് പോയപ്പോഴേക്ക് മോനേട്ടൻ അത് കൊണ്ടുപോയി ഫസ്റ്റ് എത്തത് പിന്നെ ഒരു തുണിയിലേക്ക് നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഞാൻ ചെയ്തു കേട്ടോ. ഇതാകുമ്പോഴേക്ക് തന്നെ മോനേട്ടൻ എണീറ്റ് വന്നു. പിന്നെ ഞാനതവിടെ ഊറ്റാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ സെറ്റ് തുടങ്ങി കേട്ടോ. രണ്ടാമത്തെ സെറ്റ് കഴുകാൻ തുടങ്ങി കേട്ടോ. ഇത് തന്നെയാണ്, ഇത് കുറേ ഉണ്ട്. 10 കിലോ അരിയില്ലേ, ഈ 10 കിലോ അരി കഴുകിയെടുക്കാൻ കുറേ സമയം വേണം. 5:15 5:30 തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മണിയോളം ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് മോനേട്ടൻ ഇങ്ങനെ വിരിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ ഉൺമേശ കൊണ്ട് ഇതാണ് ഒരു ഗുണം, ആരും അവിടെ വന്നിരുന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. കാരണം എല്ലാവരും അങ്ങനെ ടി വിൻ്റെ മുന്നൊന്നും അവിടെ എവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് എനിക്ക് എൻ്റെ ഊൺമേശ കേട്ടോ. ഇസ്തിരി ഇടാനും പിന്നെ ഈ ഇതേപോലെ അരിയൊക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് എൻ്റെ ഊൺമേശ കൊണ്ട് എനിക്കൊരു ഗുണമാണ് കേട്ടോ. അപ്പം അത് വെള്ളം വലിയാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ ചപ്പാത്തിയും കറിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ചപ്പാത്തിയും വെള്ള കടല കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് തന്നെ മോഹനേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുക്കുവെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടോ. വെള്ളം തീർന്നുണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, വേഗം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചപ്പാത്തി മാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെയാണ് കുഴക്കുന്നത്. കാരണം നമ്മൾ ആശീർവാദ് പോലെ അങ്ങനത്തെ അത്ര ഒരു സോഫ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോനേട്ടൻ വാങ്ങി നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല ചപ്പാത്തിപ്പൊടിയൊക്കെയാണ്. പക്ഷേ കുറച്ച് എന്തുണ്ട്, ഒരു ഹാർഡ് പോലെയാണ്, സോഫ്റ്റ് അത്ര ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ കുഴച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ളക്കടല അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അത് കുക്കറിൽ വെച്ചിട്ട് അതായി വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് തക്കാളി ഉള്ളിയും ഒക്കെ വഴറ്റി അതൊക്കെ അരച്ചിട്ട് അങ്ങനത്തെയാണ് കേട്ടോ വെക്കുന്നത് വെള്ളക്കടല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് വഴറ്റുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുന്നുണ്ടേ. അപ്പോൾ വേഗം ഒന്ന് ഉള്ളി വാടി കിട്ടുമല്ലോ ഈ ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞാൽ. അതൊന്നും എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നത് കേട്ട ശേഷമാണ് ഞാനങ്ങനെ വാറ്റി തുടങ്ങിയത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി എടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കരുവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കരുവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ടിട്ട് പിന്നെ ഒന്ന് നല്ലോണം വഴറ്റി അവിടെ വെച്ചു കേട്ടോ.
അതിനിപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ട് ചൂടാറുന്നവരെ ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ നല്ലോണം വഴറ്റി അത് അവിടെ അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മുറ്റടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വിറകിൻ്റെ പറമ്പിൽ വിറകിൻ്റെ പണിയായിട്ട് അങ്ങനെ ഇറങ്ങിയപ്പം വൈകുന്നേരമാണല്ലോ മുറ്റടിക്കൽ. അപ്പം ഞാൻ അത് നോക്കിയില്ല, ഇതിനിറങ്ങി. അപ്പോൾ എന്ത് ചെയ്താണ്, രാവിലെ മുറ്റടിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല വെളിച്ചമായിട്ടോ. എത്ര നേരം രാവിലെ ഒരു 1-1.5 മണിക്കൂർ എന്തായാലും അരി കഴുകലുമായിട്ട് പോയി. പിന്നെ അതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഡ്രസ്സൊക്കെ നനഞ്ഞുണ്ട് അരി കഴുകൽ കൊണ്ട്. അങ്ങനെ ഓരോ പണികൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ. അപ്പോഴേക്ക് വിൻകുട്ടൻ എഴുന്നേറ്റ്, വിൻകുട്ടൻ ക്ലാസ് കാണാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പരീക്ഷയാണ്, പക്ഷെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പം ഇന്ന് ആർക്കും പോകാനില്ലാത്തൊരു ദിവസമാണ്, എങ്കിലും അവൻ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുറ്റടിച്ച കാര്യം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടോ. കുളിക്കാൻ പോയി വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് അത് അരച്ച് വെച്ചിട്ടോ. അപ്പോഴേക്കും ചൂട് അറിയണ്ടായിരുന്നു വഴറ്റി വെച്ചത്. അപ്പോൾ അതെന്ത് ചെയ്തു, അത് ഞാൻ നല്ലോണം പിന്നെ അരച്ച് അത് കടലയിലേക്ക് അത് ചേർത്തിട്ടോ. അത് വിട്ട് കടലയും ചേർത്ത് കുറച്ച് കടലയും ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല അടിപൊളിയായി, പിന്നെ നല്ല കൂട്ടാനായിട്ടോ. അതിലേക്ക് കുറച്ച് കരുവേപ്പില ഇട്ടു. പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണ ആക്കിയിട്ടൊന്നുമില്ല, കാരണം വെളിച്ചെണ്ണയിലാണല്ലോ വഴറ്റിയത്. പിന്നെ വേറൊരു വെളിച്ചെണ്ണയാക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ചപ്പാത്തി പരത്താൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാം പരത്തി വെച്ച ശേഷം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമയം നോക്കുമ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 9 മണിയാവാനായി. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും, കാരണം ഞങ്ങൾ ഈ 8 മണി 8:15 8:30 ആകുമ്പോൾ കഴിക്കുന്നതാണല്ലോ. ഇന്നിപ്പം വൈകിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കലും പരത്തലും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് വന്നത് ഉണ്ടാക്കാൻ പോകുമ്പോഴേക്കും മോൻ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് മോനേട്ടനും ഒക്കെ ഈ സമയത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കുളിയും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും അവരവരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. ഞാൻ ഇവിടുന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നെ മോനേട്ടൻ എനിക്ക് കഷ്ണമൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഇതൊക്കെ മോനേട്ടനാട്ടോ നുറുക്കി തന്നത്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അരിയൊക്കെ പിന്നെ അതിലേക്ക് വാരി വെച്ച് കൊടുത്തുട്ടോ. മോനേട്ടപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാരിയൊക്കെ വെച്ച് പിന്നെ ഒരു സഞ്ചിയിലാക്കി അത് കൊടുത്തയച്ചു. അതിന് ശേഷം ഞാൻ പാത്രം കഴുകാം കേട്ടോ. രാവിലെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാണ്. കുറച്ചധികം പാത്രം ഉണ്ട് കേട്ടോ. ഇന്നധികം ഞാൻ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കഴുകാൻ നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്, രാവിലത്തെ എല്ലാ പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴുകിയിട്ട് വേണം ഇനി ചോറിൻ്റെ പരിപാടിയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും മതിയല്ലോ, വലിയ തിരക്കില്ല സമയം. പക്ഷേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഞാൻ അരി കഴുകി അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല, ഒക്കെ ഗ്യാസുമ്മ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നല്ലോണം നേരം വയ്ക്കാൻ, ഒന്നാമത് ഈ ചൂട് എനിക്ക് പറ്റുന്നേ ഇല്ല, ഭയങ്കര ചൂട്. എനിക്ക് തണുപ്പ് പിന്നെയും സഹിക്കാം, ചൂടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്ന് വേഗം ഒന്ന് മാറിയാൽ മതി, പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അടുക്കളയിൽ നിൽക്കുമ്പോൾ ആ തീൻ്റെ ചൂടും പുറത്തുള്ള ചൂടും കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, കൂട്ടുകറിയാണ് കേട്ടോ വെക്കുന്നത്. കൂട്ടുകറിയും പിന്നെ ഒരു രസകാളെന്ന് ഞാൻ പറയും, മോര് തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്ന അത് രസകാളൻ എന്നാട്ടോ ഞാൻ പറയുക. അപ്പോൾ അതും പിന്നെ എന്താണ് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉപ്പേരി കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പോൾ ഈ ചേന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. നട്ടു, വലിയൊരു ചേന കൊണ്ടുവന്നു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നട്ടു, കുറച്ച് അങ്ങനെ എന്തെങ്കിലും കൂട്ടുകറിയോ കൂട്ടാനോ ഒക്കെ വെക്കാൻ വിചാരിച്ചിട്ട് ഒരു കഷ്ണം അവിടെ എടുത്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടി കായയും ചേനയും നുറുക്കി, പിന്നെ കടലയും, ഇത് മൂന്നും കൂടെ അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കഷ്ണം ശർക്കര ചേർക്കും കേട്ടോ, കൂട്ടുകറി ആയതുകൊണ്ട്. അപ്പോൾ ഒരു കഷ്ണം ശർക്കര ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി കാര്യമായിട്ട് കുരുമുളക് പൊടിയാണല്ലോ നമ്മൾ ജാസ്തി ചേർക്കുക, അപ്പോൾ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ കുറച്ചൊന്ന് ഒരിത്തിരി മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതെന്ത് ചെയ്തു, വേവാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇങ്ങനെ ചൂട് അങ്ങനെ 11-11:30 അങ്ങനെ ടൈമൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് ചൂടിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തതാണ്, അത് അവിടുന്ന് തേങ്ങ ചിരവി കഴിഞ്ഞിട്ട് നമ്മളെ വാഴപ്പിണ്ടീൻ്റെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉഴുന്നും കടുകും മുളകും കരുവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വാഴപ്പിണ്ടീൻ്റെ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അരിഞ്ഞ് വെച്ചതാണ്, തലേന്ന് അരിഞ്ഞ് വെച്ചതുകൊണ്ട് അതും രാവിലെ വേഗം എളുപ്പമായിട്ടോ. അപ്പോൾ അത് അരിഞ്ഞപ്പോൾ കുറച്ച് അധികമായിപ്പോയി. പിന്നെ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അതിന് തേങ്ങയൊന്നും ചതച്ചിടുന്നൊന്നുമില്ല ഇന്ന്. കാരണം ഒന്നാമതാവുന്നില്ല, എനിക്ക് വേഗം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. അപ്പോഴേക്കും ഇതൊക്കെ വെന്തു. അതിൽ കുറച്ച് തേങ്ങ ഇട്ടു.
നമ്മുടെ ഉപ്പേരി സെറ്റായി. അതിനുശേഷം ആ ഉപ്പേരി ഒഴിച്ചു വെച്ചു കേട്ടോ. പിന്നെ അതേ ചീനച്ചട്ടി തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. കടുകും മുളകും കരുവേപ്പിലയും ഒക്കെ ഇട്ടു, വറവിട്ടു. അപ്പോൾ അത് കടുക് പൊട്ടിയ ശേഷം കുറച്ച് തേങ്ങ ഇട്ട് നല്ല ചുകങ്ങനെ വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ചുകങ്ങനെ വറന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ വേവിച്ച് വെച്ച കടല, പിന്നെ കായയും കടലയും ചേനയും കൂടെയൊക്കെ വേവിച്ച് വെച്ചില്ലേ, അത് എന്ത് ചെയ്യാണ്, ആ വറുത്തതിലേക്കിട്ടു. പിന്നെ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ചോ എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആക്കി അതാ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടോ. കൂട്ടുകറിയായി, ഇപ്പോൾ ഉപ്പേരിയായി. ഞാൻ അതിനിടയിൽ അരി വാർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ രസകാളം പോലെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. തൈരും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അരിപ്പ് തയ്യാറാക്കി. അങ്ങനെ ആ കൂട്ടാനായി. അത് വേഗമാവും കേട്ടോ. മോന് ഇഷ്ടമാണിത്. മോൻ എപ്പം പറയും കഷ്ണമില്ലാത്ത മോരുകറി വെച്ച് തരുമോ, കഷ്ണമില്ലാത്ത മോരുകറി വരുമോ. പിന്നെ ഞാൻ കുറച്ച് അതിലേക്ക് പിന്നെ നമ്മുടെ ശർക്കരേൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് അലക്കാനുള്ള ആൾക്കാർ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മിഷ്യനിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ അലക്കാറില്ല, നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് മിഷ്യനിൽ അലക്കാറില്ല, കല്ല് തന്നെയാണ് കേട്ടോ അലക്കുക. അങ്ങനെ അലക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ ആറിടണം. അപ്പം ഇപ്പം സമയം നല്ല എന്താ പറയുക, ഞാൻ കുളി രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും അതിന് ശേഷമാണ് അലക്കാൻ നിൽക്കുന്നത്. സൂര്യൻ നേരെ മേലെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, അത്ര ചൂടുണ്ട്. പക്ഷെ ആ കല്ലിൻ്റെ അടുത്ത് എന്തില്ല, അപ്പോൾ ആ സമയത്ത് വെയിലില്ല കേട്ടോ. കാരണം അവിടുന്ന് മാറി ഇവിടെ ഒരു 9:30-10 മണിയാകുമ്പോഴാണ് ഈ കല്ലിൻ്റെ അടുത്ത് വെയിൽ വരിക. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ എന്താ, തിരുമുന്ന കല്ലിൻ്റെ അടുത്ത് വെയിലില്ല, അതിന് പകരം ആറിയിടുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ശരിക്കും അവിടെ ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാല് പൊള്ളിപ്പോവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, അലക്കുന്നതിനെ കുറച്ച് 2-3 അലക്കും, അതപ്പം തന്നെ പിഴിഞ്ഞ് അങ്ങനെ ആറിയിടും. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. മറ്റേത് എനിക്ക് കുറേ ഉള്ള പോലെ തോന്നും. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ അലക്കുന്നതിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആറിയിടും കേട്ടോ. അതാണ് എൻ്റെ പരിപാടി. അപ്പം പിന്നെ ഈ ഭാഗത്ത് ഫുൾ അലക്കിയിട്ട് ആറിയിട്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്തുണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാൻ എടുത്ത് കാണിച്ചില്ല. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ പോയി മേലൊക്കെ കഴുകിയിട്ടോ. മേലൊക്കെ കഴുകി വന്നിട്ട് ഞങ്ങൾക്കുള്ള ചോറ് എടുത്ത് വെക്കുകയാണ്. സമയം 1:15 ആയിട്ടുണ്ടാവും എന്നൊക്കെ ആ സമയം തോന്നുന്നു. 1:15 ആയിട്ടുണ്ടാവും. പിന്നെ എനിക്കും മോഹനേട്ടനുമാണ് കേട്ടോ ഈ വാഴപ്പിണ്ടീൻ്റെ ഉപ്പേരി. അത് വിനുക്കൂട്ടൻ കൂട്ടില്ല, പക്ഷെ കൂട്ടുകറി കൂട്ടും ചെയ്യും. അപ്പോൾ വിനുക്കൂട്ടന് കൂട്ടുകറിയും പപ്പടവും കൊടുക്കുന്നുണ്ട്. അവന് മോഹനേട്ടനും ഞാനും പപ്പടമൊന്നും കൂട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അത്ര പപ്പടത്തിനോടൊന്നും അത്ര ഒരു ഇഷ്ടമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ആ കൂട്ടാനെടുത്ത് ഒഴിച്ചു കേട്ടോ. മോരുകറി രസകാളൻ, എൻ്റെ രസകാളൻ. അപ്പോൾ ചോറായി, മോനേട്ടനും മോനും ഒക്കെ കൊടുത്തു. ഇനി ഇതാണ് ചോറെടുത്തത് കേട്ടോ. പിന്നെ നല്ല അടിപൊളി കൂട്ടാനും ഉപ്പേരിയും കൂട്ടുകറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. അതിനുശേഷം ഞാൻ 2 മിനിറ്റ് അവിടെ ഇരുന്ന ശേഷം അപ്പോഴേക്കും മോനേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുട്ടുപൊടി പൊടിച്ചിട്ട് വറുത്തു. അത് തണുത്തിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യമായല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട വെച്ചാൽ ചോറിനിട്ട് ഒരു കുറച്ചരി ഇരുന്നിട്ടുണ്ട്. കണ്ടില്ലേ, 2 പാത്രത്തിലേക്ക് ഏകദേശം ഉണ്ട്. ഒരു പാത്രം ഫുള്ളായിട്ടുമുണ്ട്, ഒരു പാത്രത്തിൽ ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യാണ്, ഇസ്തിരീൻ്റെ ജോലി ഇസ്തിരീൻ്റെ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ഒഴിവുള്ള ദിവസമാണല്ലോ ഇസ്തിരിയൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ അയൺ ചെയ്യാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. ഇനി വൈകുന്നേരം ഇതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ ഈ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.